സൈനക്ക് 6 പാക്ക് വാങ്ങല്ലോ. എന്താ അവിടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കി തെച്ചോന്ന് ഒരു പാട്ട് ഓർഡേഴ്സും ഇറക്കിക്കോ വിളിച്ചോ. ഇന്ന് എണ്ണയും മഞ്ചാരി കുറച്ച് പോകും. ആ പിന്നെ പട്ടക്കൂറിന്റെ ശല്യം അവിടെ ഞാൻ വരാം നടന്നോ ആരാ തന്തോടെ പൊരി 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 റിലാക്സ് കല്യാണ രാവിലെ തിരികെ പോണാരി പോണോ ഞാൻ പോവാ എക്സസൈസ് എടുക്കാണ്ട് മര്യാദ കളിച്ചാണ് പോകുന്നത്. എവിടെ മൈന എന്താ പീടി കൊണ്ടുവന്ന പഞ്ചാരല്ലേ അത് ഞാൻ വരുമ്പോ കൊണ്ടുവരാ സൈന്യന്റെ കാര്യം പറഞ്ഞേ ജിന്ന വട്ടം കറക്കലോട് കുറച്ചൊരു ദിവസമായി അതിന്റെ ബാറ്റ് ഞാൻ കൊത്താണ് വെച്ചു ഞാൻ വാങ്ങിത്തരാണ്ടല്ലേ തൊള്ള പോട്ടെ ഞാൻ അത് വാങ്ങിത്തരാം. അതിനൊരു കേടില്ല അതൊന്ന് കെട്ടിച്ചാ മതി. ഇത് കെട്ടിച്ചിട്ട് കട ഇവിടെ മലപ്പുറത്തങ്ങാടി തുടങ്ങിക്കണോന്ന്. മലപ്പുറത്തുണ്ട് സ്പോർട്സിന്റെ എല്ലാ സാധനം കിട്ടണത് 1.5 കട തുടങ്ങിയിട്ട് ഫിഫ്കോ നമുക്ക് പൈക്ക ശരി പച്ചേ. അല്ല ആരതിൽ തന്താ ഞാനാ പോണ്ടിയ പച്ചേ. നിങ്ങൾ അറിഞ്ഞില്ലേ 22, 23 എന്ത് പാപ്പാന്റെ തലേണ് 22, 23 വെറുതെ കിട്ടിയാലേ അയാൾ പന്നിപ്പടക്കം തിന്നു. അയാൾ അറിയാക്ക നിർത്തെ വണ്ടി വിട്ട് അപ്പുടിന്റെ അടുക്ക് ഞാൻ അർജന്റ് ആയിട്ട് പോവാ. ഞാനില്ലാറ് അർജന്റ് കൊണ്ട് ഇപ്പൊ മനുഷ്യൻ കുട്ടി എജ്ജായിട്ട് അറിഞ്ഞ 22, 23 എന്താന്ന് എനിക്കറിയില്ല. അതന്നെ ഞാൻ പറഞ്ഞു അപ്പുടിന്റെ അടുക്ക് കൂടെ ഓൻ അറിയല്ലോ. അമ്മ മുതകൊക്കെ കൊതുക് മുഴിഞ്ഞോ അപ്പുണ്ണിയേ ഒരു കാര്യം നോക്കാണ്ട്. എന്താണ് എന്റെ കസാര എടുത്ത് പുറത്തേക്കിടാ. ശരിയാണ് ഇവിടെ ഈ ഇരിക്കാൻ വേണ്ടി ഉണ്ടാവുമ്പോ ഇതിന്റെ അവസ്ഥയില്ലല്ലോ. അയ്യോ താനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? തുളസിന്റെ എടുത്തിട്ട് അച്ചിങ്ങനെ തിരിക്കിട്ട് മൂക്കിന് കയറ്റാ. ഞാൻ പിന്നെ തിരികൊണ്ട് ഓരോ സാധനം മനസ്സിൽ ഇട്ടോർത്ത് കൊടുത്ത് വെച്ചിക്കാണ്ട്. അപ്പുണ്ണിയെ 22-ാം തീയതി 23-ാം തീയതി നാട്ടിലെന്തോ നടക്കുന്നുണ്ട്. എന്താന്നുള്ള വെച്ചിരുമ്പോ നോക്കിന്ന് പറഞ്ഞ അന്ന് മുരളിന്റെ പോത്തിന് മതളയാണ്. അത് കഴിഞ്ഞ മാസല്ലേ. ഈ മാസം 22-ാം തീയതി 23-ാം തീയതി പരിയങ്ങാട് അങ്ങാടിയിൽ എന്തോ പരിപാടി നടക്കണ്ടെന്ന്. ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കേട്ടെന്നാ വേറെ തെക്കോട്ടാണല്ലോ നിക്കുന്നത്. അതിനിപ്പോ എന്താ ദേവിയെ കിണ്ടിന്റെ വാല് തെക്കോട്ടാന്നാ പറഞ്ഞ അല്ലാതെ എന്നാ പറയണ്ടേ അത് തിരിച്ചച്ചാ പോരെ. യജാ ഒന്ന് നോക്കി പറഞ്ഞോണ്ടേ. ഇതിനും ടച്ചൊക്കെ ഇറങ്ങിയോ പോയേ? നോൻ വിചാരിച്ച മാതിരി അല്ലട്ടോ. കുറഞ്ഞ പൈസക്കാണല്ലോ സാധനങ്ങൾ കൊടുക്കുന്നേ. എവിടെയാണത്? താൻ പറഞ്ഞ സംഭവം നടക്കുന്നത് ഈസി മാർട്ടിലാണ്. ചീമന്താരം തുളസി പിച്ചകമാലകൾ ചാർത്തി കൊമ്പങ്കാട് കോയെ നിന്ന് കണി കാണണം. ഞാൻ പോവാണ് ഈ പരിന്ന്. ഇതോണ്ട് തന്നെ ഉന്നക്കായി പറപ്പിച്ചാൽ പറപ്പിച്ചല്ലേ മുടി. ഒരു ചീർപ്പ് വാരാൻ നോക്കുമ്പോ അതിന് നിറച്ച മുടി. ദോശ നിന്നപ്പോ അതിൽ മുടി, ചോറ് കഴിച്ചപ്പോ അതിൽ മുടി, ആകെ കൊടുമുടി. ഇതെന്താ നെടുമുടിന്റെ വരെ? ഇത് കൊമ്പങ്കാട് കോയന്റെ പേരാണ്. ഒലക്കാണിത്. ഇതുണ്ടോ മുഴുവൻ കൊയച്ചില്. ഈ ചായ മുടി വെച്ചുള്ള ഒരു പേരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഈ മുടി വെട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭക്ഷണം പുറത്തുനിന്ന് അയക്കുന്നത്. നിക്കപ്പച്ചേ അങ്ങനെ വായിക്കണ എന്താന്നില്ല മനുഷ്യൻ മുടി ഇങ്ങനെ തിന്നേ നടക്കിപ്പച്ചേ. എവർക്ക് ഞാനുണ്ട്, ഞാനെത്തുന്നില്ലേ? ഇജിന്റെ ഒപ്പം പോരാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇച്ച് ഇവിടെ തന്നെ കഴിച്ചുവിടുന്നാലേ. ഒന്നല്ലെങ്കിൽ ഈ പരിധി ഇജ്ജ് പോവാ, അല്ലെങ്കിൽ ഞാൻ പോവാ. എന്താ വേണ്ടേ? എന്റെ പച്ച പോയിക്കോളെ. എന്താ വിദ്യ ഏത് ചേട്ടപ്പച്ച മാറ്റണ്ടേ? പട്ടി ഒന്ന് വന്നാ പാപ്പാനെ പേര് ഇത് പറഞ്ഞു കൂടി. അല്ല എന്താ കോയൊക്കെ പെരിയിൽ പുതിയ ആടങ്ങിയോ? ഇതിനേക്കാളും നല്ല ആട് വാങ്ങില്ല വായിച്ചാസേ. എന്നാ കൂട്ടിലെ രോമം ഉണ്ടാവുള്ളൂ. നാട്ടിൽ ആകെ രോമം മുടി കൊച്ചാണ് കുഞ്ഞാപ്പൂലേ. അതിനെന്തെല്ലാം മാർഗണ്ട് കോയാക്കാ? അതിനൊരു മാർഗണ്ടേ ഒന്നും പറഞ്ഞ. അതിനെന്തിനാ കോയൊക്കെ നിങ്ങൾ പേടിച്ചിന്? കോഴിക്കോട് പുതിയറല്ലേ നമ്മളെ ക്ലിനിക്ക്? ക്ലിനിക്കോ? തുർക്കി എയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക്. എന്നാ തിന്നാ പിന്നെ പോവാ. ഞാൻ ആദ്യം അവനെ തുർക്കിക്കൊന്ന് കൊണ്ടുപോയോ.